ഈ വർഷത്തെ പുതിയ ചക്ക കിട്ടി. അപ്പോൾ ഒരു ചെറിയൊരു പീസ് നമ്മൾ വാങ്ങിച്ച് അത് ഒരു പുഴുക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളത് കഴുകി നല്ലോണം ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കട്ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ അടുപ്പത്തേക്ക് വെച്ച് ഇനി അതിലേക്ക് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കണം. ആവശ്യത്തിന് ഒരുപാട് വെള്ളമായി പോകണ്ട. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഇത് ഇളം ചക്കയാണ്, എല്ലാം കൂടെ വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് മൂടി വെച്ച് കൊടുക്കുക. ഒരു 10-15 മിനിറ്റിന് ശേഷം മൂടി തുറന്നപ്പോൾ നമ്മൾ ഈ ചക്കേൻ്റെ പരുവം ഇങ്ങനെയാണുള്ളത്. അത് കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ചക്കയിലേക്ക് ചേർക്കാനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 5-8 കാന്താരിയും ഒരു പിടി ചെറിയുള്ളിയും 8-10 വെളുത്തുള്ളിയും ഇട്ടിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ ജീരകം ചേർക്കാൻ വിട്ടുപോയത് കൊണ്ട് ഞാൻ അതിൻ്റെ പൊടിയാണ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ വെള്ളമൊക്കെ വറ്റിയിട്ടുള്ള ചക്കയിലേക്ക് നമ്മൾ ഈ അരപ്പിട്ട് കൊടുക്കുക, ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ. അപ്പോൾ ഇതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക, എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിലേക്ക്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് മിക്സി കഴുകുന്ന കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, തേങ്ങേൻ്റെ വെള്ളം, അത് ചേർത്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് എക്സ്ട്രാ ആയിട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട. എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ആ വെള്ളം എല്ലാം ഒന്ന് വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ടിട്ട് എല്ലാം ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ ചമ്മന്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നിങ്ങൾക്കിത് മീൻകറി, നല്ല പുളിമുളക് മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് തരണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം.